ഒരിടത്ത് ഒരു വലിയ തോട്ടത്തിൻ്റെ ഉടമയായ ഒരാൾ ഉണ്ടായിരുന്നു. തൻ്റെ തോട്ടത്തിലെ ഏറ്റവും നല്ല പഴങ്ങൾ കൊത്തി തിന്നുകൊണ്ടിരുന്ന ഒരു പക്ഷിയെ ഒരിക്കൽ അയാൾ കെണിയിലാക്കി. തന്നെ തുറന്നുവിട്ടാൽ 3 ജ്ഞാനപ്രബോധനങ്ങൾ നൽകാമെന്ന് പക്ഷി അയാളെ അറിയിച്ചു. അയാൾ അത് സമ്മതിച്ചുകൊണ്ട് പക്ഷിയെ തുറന്നുവിട്ടു. തോട്ടക്കാരൻ തന്നെ പിടിക്കില്ലെന്ന് ഉറപ്പുള്ള ഒരു സുരക്ഷിതമായ സ്ഥലത്ത് ചെന്നിരുന്ന ശേഷം പക്ഷി പറഞ്ഞു, അസാധ്യമായതിൽ വിശ്വസിക്കരുത്, അപ്രാപ്യമായതിനെ തേടിപ്പോകരുത്. എന്നിട്ട് ചിരിച്ചുകൊണ്ട് തുടർന്നു, നിങ്ങൾ എന്നെ തുറന്നുവിട്ടില്ലായിരുന്നെങ്കിൽ ഒരു നാരങ്ങയുടെ അത്രയും വലിപ്പമുള്ള ഒരു മുത്ത് എൻ്റെ ഉള്ളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയേനെ. ഇത് കേട്ട് ദേഷ്യം തോന്നിയ തോട്ടക്കാരൻ പക്ഷിയെ പിടിക്കാൻ മരത്തിന്മേൽ വലിഞ്ഞു കയറി. അയാൾ അടുത്തെത്തിയപ്പോൾ പക്ഷി കുറച്ചുകൂടി ഉയരത്തിലേക്ക് നീങ്ങി. മനുഷ്യൻ തൻ്റെ പുറകെ വെപ്രാളപ്പെട്ട് വരുന്നത് കണ്ട് പക്ഷി മരത്തിൻ്റെ ഏറ്റവും അറ്റത്തുള്ള ചില്ലയിലേക്ക് പറന്നു. എന്നിട്ട് അതിൻ്റെ അറ്റത്ത് പോയിരുന്നു. ആ തോട്ടക്കാരൻ വെപ്രാളപ്പെട്ട് പുറകെ ചെന്നു. ആ ചില്ല ഒടിയുകയും പക്ഷി പറന്നു പോവുകയും അയാൾ താഴെ വീഴുകയും ചെയ്തു. താഴെ വീണ അയാൾ പരിക്കേറ്റ് ഒരു വിധത്തിൽ എഴുന്നേറ്റ് ഖേദത്തോടെ ആ പക്ഷിയെ നോക്കി. ജ്ഞാനം വിവേകികൾക്കുള്ളതാണ്, പക്ഷി അയാളെ ഉപദേശിച്ചു. തിരിച്ചു കിട്ടാത്തതിനെ ഓർത്ത് ഖേദിക്കരുത് എന്ന് ഞാൻ പറഞ്ഞതല്ലേ. പക്ഷേ എന്നെ തുറന്നുവിട്ട ഉടനെ നിങ്ങൾ എൻ്റെ പുറകെ വന്നു. അസംഭവ്യമായതൊന്നും വിശ്വസിക്കരുത് എന്ന് ഞാൻ പറഞ്ഞില്ലേ. എന്നിട്ടും എന്നെപ്പോലൊരു പക്ഷിയിൽ ചെറുനാരങ്ങയുടെ വലിപ്പമുള്ള മുത്തുണ്ടാവും എന്ന് നിങ്ങൾ കരുതി. അപ്രാപ്യമായതിൻ്റെ പിന്നാലെ പോകരുത് എന്നും ഞാൻ പറഞ്ഞില്ലേ. എന്നിട്ടും നിങ്ങൾ എന്നെപ്പോലെ ഒരു പക്ഷിയെ പിടിക്കാൻ മരത്തിന്മേൽ കയറി. നിങ്ങളൊരു മണ്ടനാണ്. ഇത് വെറും ഒരു പക്ഷിയുടെ കഥയല്ല. നമ്മളിൽ പലരും ഇങ്ങനെയാണ്. നമ്മൾ സ്വയം യുക്തി ഉപയോഗിച്ച് ചിന്തിക്കുക. വെറുതെ ആളുകൾ പറയുന്നത് കേട്ട് അതിൻ്റെ പിന്നാലെ പോകരുത്.